KSRTC പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് കൃത്യമായി വിതരണം ചെയ്യണമെന്നും പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുകയും തടഞ്ഞുവച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ ഉടൻ വിതരണം ചെയ്യണമെന്നും KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NU തമ്പുരാൻ അഭിപ്രായപ്പെട്ടു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വൈക്കം യൂണിറ്റ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6-ാം തീയതി വൈകുന്നേരം നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ യൂണിറ്റുകളും നിർദ്ദേശം കൊടുത്തു. 7-ാം തീയതി 7, 8, 9 തീയതികളിൽ യൂണിറ്റുകളിലും 12, 13, 14 തീയതികളിൽ ജില്ലാ കേന്ദ്രങ്ങളിലും 15-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും നടത്തണം എന്ന ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമരപരിപാടികൾ നടക്കുകയാണ്. ഇപ്പം ഏറ്റവും അവസാനം നടക്കുന്നത് 12, 13, 14 ജില്ലാ കേന്ദ്രീകരിച്ച് നടത്താൻ പറ്റുന്ന സമരം അതേപോലെ എല്ലാ ജില്ലകളിലുമുള്ള സെക്രട്ടറിമാരുടെ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് 12, 13, 14 തീയതികളിൽ യൂണിറ്റുകളിൽ തന്നെ തുടരാനാണ്. അതനുസരിച്ച് ഇപ്പോൾ എല്ലാ യൂണിറ്റുകളും നടക്കുക. 15-ാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തണം എന്നാണ് തീരുമാനിച്ചത്. ഇന്നലെ കഴിഞ്ഞ ദിവസം വീണ്ടും മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്നും 1 മാസത്തെ പെൻഷൻ തൽക്കാലം കൊടുക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം കൺസോർഷ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട് കുടിശ്ശിക സഹിതം കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KM മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AV ഓമനക്കുട്ടൻ, ജില്ലാ പ്രസിഡന്റ് CJ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുതിർന്ന അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിച്ചു. KM മുരളീധരൻ പ്രസിഡന്റായും K പൊന്നപ്പൻ സെക്രട്ടറിയായും ഉള്ള പുതിയ ഭാരവാഹികളെ സമ്മേളനം തിരഞ്ഞെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.